കോഹ്ലിക്ക് പോലും നേടാനായില്ല. RCBയെ ജയിപ്പിച്ച് രജിത് മാജിക്. ക്യാപ്റ്റനാണ് കിഡു. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ സൂപ്പർ പോരാട്ടത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ അവരുടെ തട്ടകത്തിൽ തോൽപ്പിച്ചിരിക്കുകയാണ് RCB. 50 റൺസിനാണ് രജിത് പാട്ടീദാറും സംഘവും വിജയം നേടിയത്. ചെപ്പോക്കിൽ CSKയ്ക്കെതിരെ എതിരാളികൾ നേരിടുന്ന റൺസ് അടിസ്ഥാനത്തിലെ വലിയ ജയമാണിത്. ആദ്യം ബാറ്റ് ചെയ്ത RCBക്ക് 7 വിക്കറ്റിന് 196 റൺസ് അടിച്ചപ്പോൾ മറുപടിക്കിറങ്ങിയ CSKയ്ക്ക് 8 വിക്കറ്റിന് 146 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. CSKയെ ഇത് രണ്ടാം തവണയാണ് ചെപ്പോക്കിൽ RCB തോൽപ്പിക്കുന്നത്. ഇത്തവണത്തെ RCBയുടെ ജയത്തിൽ നായകൻ രജിത് പട്ടീദാറാണ്. നായകൻ എന്ന നിലയിൽ രജിത് വരുത്തിയ ഗംഭീര നീക്കങ്ങളാണ് CSKയെ പൂട്ടിയത്. തുടക്കം മുതൽ CSK സമ്മർദ്ദത്തിലാകുന്ന ഫീൽഡ് ഒരുക്കാനും രജിത്തിന് സാധിച്ചു. ആദ്യത്തെ 2 മത്സരത്തിലും RCBയെ ജയിപ്പിച്ചതോടെ പോയിന്റ് പട്ടികയിൽ മുകളിലെത്താൻ RCBക്ക് സാധിച്ചിരിക്കുകയാണ്. ബൗളിംഗ് ചലഞ്ചുകളെല്ലാം വളരെ കിടിലനായിരുന്നു. CSKയെ RCB ചെപ്പോക്കിൽ തകർത്ത് തലയുയർത്തുമ്പോൾ കൈയടിക്കേണ്ടത് നായകൻ രജിത് പട്ടീദാറിനാണ്. കൃത്യമായ ബൗളിംഗ് ചേഞ്ചുകളും പദ്ധതികളുമായി രജിത് നടത്തിയ നീക്കങ്ങളാണ് CSKയെ പൂട്ടിയത്. സ്പിന്നർമാരെയും പേസർമാരെയും കൃത്യമായി രജിത് ഉപയോഗിച്ചു. പ്രധാന പേസർമാരായ ഭുവനേശ്വർ കുമാറിനെയും ജോഷിനെയും പവർ പ്ലേയിൽ നന്നായി ഉപയോഗപ്പെടുത്താൻ രജിത്തിനായി. പേസറെ കൃത്യമായി ഉപയോഗിച്ച രജിത്തിന്റെ തന്ത്രം ഫലം കാണുകയാണ് പിന്നീടുണ്ടായത്. ബാറ്റിംഗിലും രജിത്ത് തന്നെയായിരുന്നു തിളങ്ങിയത്. RCBയുടെ വിജയത്തിൽ രജിത് പാട്ടീദാർ വലിയ കയ്യടി അർഹിക്കുന്നുണ്ട്. ടീം പതറിയ സമയത്ത് 32 പന്തിൽ 4 4ഉം 3 6ഉം ഉൾപ്പെടെ 51 റൺസാണ് രജിത് നേടിയത്. ടീമിന് അടിത്തറ പാകിയാണ് രജിത് പുറത്തായതും. 2024 മുതലുള്ള കണക്ക് പ്രകാരം IPLൽ കൂടുതൽ തവണ 50+ സ്കോർ നേടിയ താരമാണ് രജിത് പാട്ടീദാർ. 15 ഇന്നിംഗ്സിൽ നിന്ന് ഇത് 6ാം തവണയാണ് ഇദ്ദേഹം നേട്ടത്തിലെത്തുന്നത്. വിരാട് കോഹ്ലി 7 തവണ ഈ നേട്ടത്തിലെത്തി തലപ്പത്താണുള്ളത്. ഋതുരാജ് ഗെയ്ക്വാദ്, ട്രാവിസ് ഹെഡ്, സഞ്ജു സാംസൺ എന്നിവരും 6 തവണ ഈ നേട്ടത്തിലെത്തിയിട്ടുണ്ട്. ആഭ്യന്തര ക്രിക്കറ്റിൽ നായകനായി തിളങ്ങിയ രജിത്തിനെ ഇത്തവണ RCB ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് പരിഗണിക്കുകയായിരുന്നു. വലിയ ആക്രമണോത്സുകതയില്ലെങ്കിലും ടീമിനെ വിജയിപ്പിക്കാനുള്ള തന്ത്രം രജിത്തിനറിയാം. KKRനെതിരെ ടീമിനെ ജയിപ്പിച്ച് തുടക്കം ഗംഭീരമാക്കിയ രജിത്ത് ഇപ്പോൾ ചെപ്പോക്കയിലും ടീമിനെ ജയിപ്പിച്ച് ചരിത്രത്തിന്റെ ഭാഗമാക്കിയിരിക്കുകയാണ്.